ഗാസയ്ക്ക് ശേഷം ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ലെബനനോ? സീനിയർ കമാൻഡറെ വധിച്ച ഇസ്രയേലിന് റോക്കറ്റ് ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ മറുപടി. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലിന് ഇറാഖി സായുധ സംഘടനകളുടെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്ത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതിനു മുൻപ് ഹിസ്ബുള്ള എന്ത് എന്നറിയണം. ഇറാന്റെ പിന്തുണയുള്ള ഷിയ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. ലെബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് 1982 സ്ഥാപിക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനകളിൽ ഒന്ന്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെയും സൈന്യമല്ല. 100,000-ഓളം സായുധ പോരാളികൾ. എക്കാലത്തും ഇസ്രയേലിന്റെ പ്രധാന വെല്ലുവിളി. ഒരിക്കൽ ഏറ്റുമുട്ടിയെങ്കിലും ഹിസ്ബുള്ളയെ കീഴ്പ്പെടുത്താൻ ഇസ്രയേലിന് സാധിച്ചില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഗാസയിൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയും ആക്രമണം ശക്തമാക്കി. 2024 ജൂൺ 12 ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ താലിബ് സമി അബ്ദുള്ള കൊല്ലപ്പെട്ടത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കി. ഹിസ്ബുള്ള അതിശക്തമായി തിരിച്ചടിച്ചു. ജൂൺ 18 ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല ആക്രമണ ഭീഷണി മുടക്കിയത് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചു. ജൂലൈ 3 തെക്കൻ ലെബനനിലെ തന്ത്രപ്രധാന മേഖലകളിൽ ഹിസ്ബുള്ളയുടെ ചുമതല വഹിക്കുന്ന മുതിർന്ന കമാൻഡർ മുഹമ്മദ് നാസ്മെ നാസറിനെ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതോടെ സംഘർഷം യുദ്ധത്തിന്റെ വക്കോളമെത്തി. സമീപകാലത്തെ ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ഹിസ്ബുള്ളയുടെ മറുപടി. തെക്കൻ ലെബനനിൽ നിന്നും ഗോലാൻ കുന്നുകളിൽ നിന്നും വടക്കൻ ഇസ്രയേലിലെ സേനാ താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള തൊടുത്തുവിട്ട 200-ലധികം മിസൈലുകളിൽ പലതും ഇസ്രയേൽ വെടിവെച്ചിട്ടു. ഇതോടെ ഏത് നിമിഷവും യുദ്ധമുണ്ടായേക്കാം എന്ന ഭീതിയിലാണ് പശ്ചിമേഷ്യ. 2023 ഒക്ടോബർ 7 2024 ജൂൺ 21 ഇടയിൽ പരസ്പരം നടത്തിയ ആക്രമണങ്ങളിൽ 543 പേർ ലെബനനിലും 18 സൈനികർ അടക്കം 28 പേർ ഇസ്രയേലിലും കൊല്ലപ്പെട്ടു. എന്നാൽ ഗാസയിലേതുപോലെ ഇസ്രയേൽ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ മരണസംഖ്യ ഇതിലൊതുങ്ങില്ല. മേഖലയിൽ അത് സർവനാശത്തിന് കാരണമാക്കും. ഇസ്രയേൽ അതിന് തയ്യാറാകുമോ? ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ മുഴുവൻ നാണം കെടുത്തി ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ടക്കൊലയ്ക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ പലായനത്തിനും കാരണമായ ഇപ്പോഴും തുടരുന്ന ഗാസയിലെ തിരിച്ചടി. ആക്രമണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന സമ്മർദ്ദം. ഐക്യരാഷ്ട്രസഭയുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും പല രീതിയിലുള്ള ഇടപെടലുകൾ. ഇതിനിടയിൽ ഇനിയൊരു യുദ്ധത്തിന് കൂടി ഇസ്രയേൽ തയ്യാറാകുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. മാത്രമല്ല, രാജ്യത്തിനകത്തും ബെഞ്ചമിൻ നെതന്യാഹു വലിയ എതിർപ്പ് നേരിടുന്നു. ഒപ്പം ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ തുടരുകയുമാണ്. മറ്റൊരു കാര്യം, ആയുധശേഷിയിൽ ഇസ്രയേൽ അതിശക്തരെങ്കിലും ഒളിത്താവളങ്ങൾ മുഖേനയുള്ള ഹിസ്ബുള്ളയുടെ അപ്രതീക്ഷിത ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ എളുപ്പമാകില്ല എന്നതാണ്. പാറക്കെട്ടുകളും മലഞ്ചെരുവിലെ ഗുഹകളും ഹിസ്ബുള്ളയ്ക്ക് കീഴിലുള്ള ചെറിയ ഗ്രൂപ്പുകളുടെ താവളങ്ങളാണ്. ഇസ്രയേൽ അതിർത്തിക്ക് സമീപം അധികവും ഇപ്രകാരമുള്ള പ്രദേശങ്ങളാണ് എന്നത് ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് മേൽക്കൈ നൽകും എന്നുറപ്പ്. മാത്രമല്ല, ഹമാസിനെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അപ്പുറത്ത് ഹിസ്ബുള്ളയെയും ഇപ്പുറത്ത് ഹമാസിനെയും ഒരേ സമയം നേരിടേണ്ടി വരും. തത്തുല്യരായ 2 എതിരാളികളെ ഒരേ സമയം നേരിട്ട് കീഴ്പ്പെടുത്തൽ എളുപ്പമല്ല. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയാകട്ടെ പ്രതീക്ഷിക്കാനുമാകില്ല. ഇതെല്ലാം ലെബനനുമായുള്ള യുദ്ധത്തിൽ നിന്നും ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ വ്യാഴാഴ്ച ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രയേൽ. അതിനാൽ തന്നെ എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിലാണ് പശ്ചിമേഷ്യ. ആഴ്ചകൾക്ക് മുൻപ് തന്നെ കാനഡയും US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ലെബനൻ വിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ യുദ്ധഭീതി കണക്കിലെടുത്ത് നിർദ്ദേശങ്ങളുമായി രംഗത്ത് വരാൻ സാധ്യതയേറെ. എന്തു തന്നെയായാലും യുദ്ധം ഗാസയിലേതുപോലെ സർവനാശത്തിന് വഴിവെക്കും എന്നുറപ്പ്. അതൊഴിവാക്കാനുള്ള സമവായ നീക്കങ്ങളും തുടരുന്നു.